ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ കേക്കാണ്. പിന്നെ ഈ കേക്കിന് ഓവനോ ബീറ്ററോ മൈദയോ വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും തന്നെ ആവശ്യമില്ല. മിക്സിയിലാണ് നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത്. 2 പാക്കറ്റ് ഓറിയോന്റെ ബിസ്ക്കറ്റാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഈ ബിസ്ക്കറ്റിലെ ക്രീം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു മോൾഡ് എടുത്ത് അതിലേക്ക് ഗീയോ ബട്ടറോ തടവി കൊടുക്കാം. ഇനി ബിസ്ക്കറ്റ് മിക്സിയിലിട്ട് കൊടുക്കാം. ഒരു കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി ഈ ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു പാക്കറ്റ് ഇനോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്റർ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു അലൂമിനിയം പാത്രം വെച്ച് കൊടുത്തിട്ട് ഉള്ളിൽ റിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റേക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ മോൾഡ് വെച്ച് കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 35 to 40 മിനിറ്റ് കുക്ക് ചെയ്യാം. നേരത്തെ സെപ്പറേറ്റ് ആക്കിയ ക്രീം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് 2-3 ടേബിൾ സ്പൂണ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. കേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്കോ ഫോർക്കോ കൊണ്ട് കുത്തി നോക്കാം. ഇനി കേക്ക് മോൾഡിൽ നിന്ന് മാറ്റി കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കേക്ക് ലെയറായി മുറിക്കാം. ഇനി മേലെയുള്ള ലെയർ താഴേക്ക് മാറ്റി കൊടുത്തിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് തടവി കൊടുക്കണം. ഇനി നേരത്തെ മിക്സ് ചെയ്ത ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ലെയർ കൂടി വെച്ച് കൊടുക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് വെള്ളം, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഇതെല്ലാം ആഡ് ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിക്കാവുന്നത് വരെ കുക്ക് ചെയ്യണം. ഇനി ചോക്ലേറ്റ് ഗ്ലേസ് കേക്കിന്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. അഞ്ച് ടു 10 മിനിറ്റ് എടുക്കും ഇത് സെറ്റായി വരാനേ. അപ്പോൾ നമ്മുടെ ഓറിയോ കേക്ക് റെഡി ആയിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക.